എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അപ്പോൾ ഇതുവരെ +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം ഈ ഒരു അപേക്ഷ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വിദ്യാർത്ഥികളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഈ ഒരു അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യില്ല, അതായത് പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ, അതായത് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം, നിങ്ങളുടെ അപേക്ഷ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുമോ എന്നുള്ള കാര്യം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ആണ് അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയാണ് എങ്കിൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും, അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന ഡീറ്റെയിൽസും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് നൽകേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡാണ് നൽകേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കുന്നതാണ്, അതായത് നിങ്ങൾ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല നൽകുക. ജില്ല നൽകിയ ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വ്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്കാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് യുവർ ആപ്ലിക്കേഷൻ വാസ് ഫൈനലി കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനലി കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അവിടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക്, അതായത് ഫൈനലി കൺഫേംഡ് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ഫൈനലി കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ കൺഫേംഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. അതേസമയം ഇവിടെ ചുവപ്പ് കളറിൽ അല്ലെങ്കിൽ പച്ച കളറിൽ തന്നെ ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് കൺഫേംഡ്, അത് നോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ അതേ രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ നോട്ട് കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപേക്ഷ വീണ്ടും അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പോവുക, അതായത് നേരെ ഈ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു പേജിൽ നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് സബ്മിറ്റ് ഡീറ്റെയിൽസ് അടിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും സബ്മിറ്റ് ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഇവിടെ അവസാനത്തെ പേജിലേക്ക് പോകാവുന്നതാണ്. അവസാനത്തെ പേജിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു പ്രിവ്യൂ പേജാണ് കാണാൻ സാധിക്കുക. അപ്പോൾ പ്രിവ്യൂ പേജിൽ നിങ്ങൾക്ക് ഒരു സൈഡിലായിട്ട് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക, അതായത് ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ടിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിനു മുമ്പായിട്ട് പ്രിവ്യൂ പേജിൽ നൽകിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും, പേര്, അതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്നുള്ള ചെക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ആയി. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് പ്രിൻ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വ്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയുള്ള പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ പ്രിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പ്രിൻ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി പല വിദ്യാർത്ഥികൾക്കും പാസ്വേഡ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പുതിയ പാസ്വേഡ് കൊടുക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പാസ്വേഡാണ് മറന്നു പോയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെയുള്ള ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ പേജിലേക്ക് പോവുക. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ പേജ് എവിടെയാണെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമായിരിക്കും. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ആ ഒരു SWS എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ ജില്ല എന്നിവ നൽകാനുള്ള ഭാഗമുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ അപ്ലൈ ഡിസ്ട്രിക്ട്, അതായത് ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ ഒരു ജില്ല, അതുപോലെ ഇവിടെ നൽകിയിട്ടുള്ള ക്യാപ്ച എന്നിവ നൽകുക.
അതുപോലെ ഈ ഒരു മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം. അത് നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP അടുത്ത പേജിൽ നിങ്ങൾ നൽകുക. അപ്പോൾ ആ ഒരു പേജ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു പേജ് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ഒരു ഫോണിലേക്ക് നിങ്ങൾ നൽകിയ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്പറിലേക്ക് OTP കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നൽകി സബ്മിറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പുതിയ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതേ പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പാസ്വേഡ് ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ച ശേഷം അപ്ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ പാസ്വേഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഈ ഒരു പുതിയ പാസ്വേഡ് നൽകി നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അക്ഷയ വഴി നിങ്ങൾക്ക് ലഭിച്ച പാസ്വേഡ് പിന്നീട് ആവശ്യമില്ല. പിന്നീട് ഈ ഒരു പുതിയ ആ ഒരു പാസ്വേഡാണ് നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയാൽ എന്ത് ചെയ്യണം എന്നത് നോക്കാം. ഇവിടെ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് അപ്ലൈ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് സ്കീം അതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ വീണ്ടും മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അപേക്ഷിച്ചത് ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം. തെറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. നിങ്ങൾ അക്ഷയ വഴി ആണെങ്കിൽ അതായിരിക്കും, സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴി ആണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് ആയിരിക്കും, സെൽഫ് ആണെങ്കിൽ സെൽഫ്, സ്വന്തമായിട്ടാണെങ്കിൽ നിങ്ങൾ എന്താണ് സെലക്ട് ചെയ്തത് അത് കറക്റ്റായി കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച എന്താണ് അത് നിങ്ങൾ ഇവിടെ ഈ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പിന്നീട് അടുത്ത പേജിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഫൈനൽ കൺഫേംഡ് ആയിട്ടില്ലെങ്കിൽ കൺഫർമേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.